ഈ യൂണിറ്റിൽ നമുക്കിനി അവസാനം ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു ടോപ്പിക് കൂടിയാണ്, ദാറ്റ് ഇസ് പ്രാക്ടീസസ് ഓഫ് അസസ്മെന്റ്. അതായത് അസസ്മെന്റ് നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, അസസ്മെന്റ് പ്രോസസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ അതിലൊരു 4 ടൈപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഡയലോഗ്, സെക്കൻഡ് വൺ ഇസ് ഫീഡ്ബാക്ക് ബൈ മാർക്കിംഗ്, തേർഡ് ഇസ് സെൽഫ് അസസ്മെന്റ് ആൻഡ് ഫോർത്ത് വൺ ഇസ് പിയർ അസസ്മെന്റ്. എല്ലാം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് ഡയലോഗ്. ഡയലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയലോഗ് നമ്മൾ പറയുമ്പോൾ തന്നെ എന്താ മൂവീസ് ഒക്കെ ഓർമ്മ വരുന്നുണ്ടാവും അല്ലെ? അപ്പം ഡയലോഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺവെർസേഷൻ ആണ്. ഓക്കെ, സോ ഡയലോഗിക് അസസ്മെന്റ് ട്രാൻസ്ഫോംസ് ഇവാലുവേഷൻ ഫ്രം എ ജഡ്ജ്മെന്റൽ പോയിന്റ് ഓഫ് വ്യൂ ടു എ കൊളാബറേറ്റീവ് പ്രോസസ്. അപ്പൊ ഡയലോഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്? ഒരാൾ ഒറ്റയ്ക്ക് പറയുന്ന അല്ലല്ലോ ഡയലോഗ്, രണ്ടോ അതിൽ കൂടുതലോ ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്നതാണ്. അപ്പൊ അവിടെ എന്ത് വരുന്നുണ്ട്? എല്ലാവരുടെയും ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് അവിടെ ഇവോൾവ് ചെയ്ത് വരുന്നത്. ഒരാൾ പറയുമ്പോൾ ടീച്ചർ പറയുന്നത് മാത്രമാണെങ്കിൽ അതെന്തായി? ജഡ്ജ്മെന്റൽ പോയിന്റ് ഓഫ് വ്യൂ ആയി അല്ലെ? അതിലും മാറി ഒരു കൊളാബറേറ്റീവ് പ്രോസസ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഈ ഒരു കൊളാബറേറ്റീവ് പ്രോസസ്സിലൂടെ ഡീപ്പർ ലേണിംഗ് ഫോസ്റ്റർ ചെയ്യുക, അതേപോലെ ഒരു ഡെമോക്രാറ്റിക് എഡ്യൂക്കേഷണൽ പ്രാക്ടീസ് കൊണ്ടുവരിക എന്നൊക്കെയാണ് ഇതിന്റെ ഒരു മെയിൻ എയിം വരുന്നത്. അപ്പൊ ഡയലോഗിനെ കുറിച്ച് ഒരു കോട്ട് ഉള്ളത്, ഡയലോഗ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് സ്പീക്കിംഗ് ആൻഡ് ലിസണിംഗ്, ഇറ്റ്സ് അബൌട്ട് തിങ്കിങ് ടുഗദർ. ഡയലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുമിച്ച് ചിന്തിക്കുക എന്നതാണ് ഡയലോഗിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ വരുന്നത്. ഇനി ഡയലോഗ് എന്ന വേർഡ് വന്നിരിക്കുന്നത് ഡയലോഗസ് എന്നാണ്. ഡയ എന്ന് പറഞ്ഞാൽ ത്രൂ, ലോഗസ് എന്ന് പറഞ്ഞാൽ റീസണിങ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. സോ അവിടുന്നാണ് ഈ ഡയലോഗ് എന്ന് പറയുന്ന ഒരു വേർഡ് വന്നത്. ആൻഡ് ഡയലോഗ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? റീസണിങ് ത്രൂ ഇന്ററാക്ഷൻ, അതായത് ഇന്ററാക്റ്റീവ് കമ്മ്യൂണിക്കേറ്റീവ് എക്സ്ചേഞ്ചിനെ പറ്റിയാണ് ഡയലോഗ് പറയുന്നത്. പിന്നെ ഈ ഡയലോഗ് പറയുന്നതിന് മൾട്ടി ഡിസിപ്ലിനറി പെർസ്പെക്റ്റീവ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മളൊരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ അതിനൊരു സൈക്കോളജിക്കൽ ഇഫക്റ്റ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? സൊസൈറ്റിയിൽ പാർട്ടിസിപ്പേഷൻ, കാരണം ഒന്നിലധികം അതിലധികമോ ആൾക്കാർ സംസാരിക്കുക, ദാറ്റ് മീൻസ് ആസ് എ ഗ്രൂപ്പ് അല്ലെ, ആസ് എ സൊസൈറ്റി, അങ്ങനെ ഒരു സൊസൈറ്റിയിൽ പാർട്ടിസിപ്പേഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ അതിലൊരു ലിറ്ററലി കണ്ടന്റ് ഉണ്ട് അല്ലെ, റൈറ്റേഴ്സ് ഇന്റൻഷനാലിറ്റി അവിടെ വരുന്നുണ്ട്. അതേപോലെ വരുന്നത് എന്താണ്? നമ്മൾ ഒരാൾ പറയുമ്പോൾ ഒരേ ടോപ്പിക് അല്ലേ എല്ലാവരും കൂടി സംസാരിക്കുന്നുണ്ടാവും അല്ലെ, പലരും പല ടോപ്പിക് അല്ലല്ലോ. സോ ദർ ഇസ് സം ഷെയർഡ് മീനിങ് ഓൾസോ ത്രൂ ദീസ് ഇന്ററാക്ഷൻസ്. അപ്പൊ ഡയലോഗ് എന്ന് പറയുന്നതിന് എന്തുണ്ട്? ഒരു മൾട്ടി ഡിസിപ്ലിനറി പെർസ്പെക്റ്റീവ് ഉണ്ട്. അതായത് ഡയലോഗ് എന്താണ്? സൈക്കോളജിക്കലായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം അതിന്റെ ഒരു ഇഫക്ട്സ്, അതെന്താണ്, കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ അത് പറയാൻ പറ്റുന്നത് എന്നുള്ളത്. രണ്ടാമത് എന്താണ്? സോഷ്യോളജിക്കലായിട്ട് അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ലിറ്റററി സെൻസിന് അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. And moreover, dialogue is all about a common thread, that is, it is about what? Achieving shared meaning for a particular conversation. Okay, next is dialogue versus conventional assessment. അതായത് കൺവെൻഷനലി നമ്മുടെ അസസ്മെന്റ് പ്രാക്ടീസസും ഡയലോഗും കൂടി കമ്പയർ ചെയ്താൽ ട്രഡീഷണൽ അസസ്മെന്റ് യൂഷ്വലി എന്താണ്? മോണോലോജിക് ആണ്. മോണോലോജിക് പറഞ്ഞാൽ ഒരാൾ മാത്രം സംസാരിക്കുന്നതിനാണ് മോണോലോഗി എന്ന് പറയുന്നത്. അപ്പം വൺ വേ ആണ് അല്ലെ, ഒരാൾ ജഡ്ജ് ചെയ്യുക, അത്രയേ ഉള്ളൂ. എന്നാൽ ഡയലോഗിക് അസസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പ്രോസസ്സിനെ തന്നെ മാറ്റുകയാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു എന്താ പറയാ, അവിടെ രണ്ടുപേരുടെയും ഈക്വൽ ഇൻവോൾവ്മെന്റ്, ഈക്വൽ ഇന്ററാക്ഷൻസ് വരികയാണ്. ടീച്ചർ സ്റ്റുഡന്റ് ഇന്ററാക്ഷൻസ് ആണ് അവിടെ ഒന്ന് നമ്മൾ ഫോസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ഇത് എന്തിനെ പറ്റി? ഈ ഒരു ടീച്ചർ സ്റ്റുഡന്റ് ഇന്ററാക്ഷൻസ് വരുമ്പോൾ ദാറ്റ് ഇസ് അബൌട്ട് വാട്ട്? ഫോർമേറ്റീവ് അസസ്മെന്റ് അല്ലെ. അപ്പം ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിന് ആൻസർ പറയാ, പിന്നെയും ചോദിക്കുക, ആ ഒരു സംസാരം. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ് എംഫസൈസിങ് ഗ്രോത്ത്. ഓക്കെ, പിന്നെ അതിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഫസ്റ്റ് വൺ, ഇറ്റ് ഇസ് പ്രോസസ് ഓറിയന്റഡ്. എന്ന് പറഞ്ഞാൽ ഡയലോഗിന്റെ മെയിൻ ഫോക്കസ് വരുന്നത് ലേണിംഗ് ആണ്. ഓക്കെ, എങ്ങനെ ലേൺ ചെയ്യണം? ഈ ഡയലോഗ്സ് ഇവോൾവ് ചെയ്യുന്നതിലൂടെ ലേണിംഗ് വരണം. സോ പ്രോസസ് ഓറിയന്റഡ് ആണ് ഡയലോഗ്. രണ്ടാമത് എന്താണ്? കോൺടെക്സ്ച്വൽ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് അഡാപ്റ്റ്സ് ടു സ്പെസിഫിക് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്, അതായത് ഓരോ കോണ്ടെക്സ്റ്റിനും ഉള്ള പോലെയാണ് ഡയലോഗ്സ് വരുന്നുണ്ടാവുക. പിന്നെ പാർട്ടിസിപ്പേറ്ററി ആണ്. പാർട്ടിസിപ്പേറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റുഡൻസ് അവിടെ എന്താണ് സംസാരിക്കുക, ദേ ആർ ഓൾസോ ഈക്വലി ഇൻവോൾവ്, അല്ലെങ്കിൽ ദേ ആർ പാർട്ടിസിപ്പേറ്റിംഗ് അല്ലെ. ഈ ഒരു മീനിങ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റഡി നമ്മുടെ നടക്കുന്നത് എങ്ങനെയാണ്? ഒരു കോ കൺസ്ട്രക്ടർ ആണ് അല്ലെ, രണ്ടുപേരും ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ സ്റ്റുഡന്റും ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ ടീച്ചറും ഇൻവോൾവ് ആണ്, ടീച്ചറും സ്റ്റുഡൻസും ഇൻവോൾവ് ആണ്. സോ ഇറ്റ് ഈസ് അബൌട്ട് എ കൊളാബറേറ്റീവ് ആക്ടിവിറ്റി. പിന്നെ എന്താണ്? ഇറ്റ് പ്രയോറിറ്റൈസസ് റെസ്പെക്ട്, ഇക്വാലിറ്റി ആൻഡ് സ്റ്റുഡന്റ് ഏജൻസി. അതായത് എന്താണ്? ഡയലോഗ് പറഞ്ഞാല് അവിടെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ചില റൂൾസും ഉണ്ട്. അതായത് ആരും ഷൗട്ട് ചെയ്യുക അങ്ങനെയല്ല, വിത്ത് റെസ്പെക്ട്, വിത്ത് ഇക്വാലിറ്റി നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. സോ ദീസ് ആർ ദ കീ ആസ്പെക്ട്സ് ഓർ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയലോഗിക് അസസ്മെന്റ്.
ഇനി നോക്കുമ്പോൾ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഡയലോഗ് എന്ന് പറയുന്നത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു ഫോർമേറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് ആണ് അല്ലെ. ടീച്ചർ സ്റ്റുഡന്റ് ഇങ്ങനെ തമ്മിൽ സംസാരിച്ചു കൊടുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് പോകുന്നുണ്ട്. പിന്നെ അതേപോലെ സോക്രട്ടീസ് ഡിസ്കഷൻ എന്നാണ് പറയുന്നത്. അതെന്താണ്, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓപ്പൺ എൻഡഡ് എന്ന് പറഞ്ഞാൽ എന്താ, അതിന് എങ്ങനെ വേണേ ആൻസർ ചെയ്യാം. ഹൗ ഡു യു ഫീൽ അബൌട്ട്, ഓർ ഹൗ ക്യാൻ യു എക്സ്പ്ലെയിൻ ടൈം, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ എന്താണ്, ആ ഒരു ക്വസ്റ്റ്യനിങ്ങിലൂടെ അല്ലെങ്കിൽ ആ ഒരു ഡയലോഗ് പ്രോഗ്രഷനിലൂടെ നമുക്ക് അവിടെ എന്ത് വരുന്നുണ്ട്, ഡീപെൻഡ് റീസണിങ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നതാണ് റിഫ്ലക്റ്റീവ് ജേർണൽസ്. റിഫ്ലക്റ്റീവ് ജേർണൽസ് പറഞ്ഞാൽ എന്താണ്, റൈറ്റിംഗ് റിഫ്ലക്ഷനിൽ കൂടെയുള്ള ആ ഒരു കോൺവെർസേഷൻസ് ആണ് ഡയലോഗ് റിഫ്ലക്റ്റീവ് ജേർണൽസ് പറയുന്നത്. പിന്നെ ദിസ് ഓൾസോ പ്രൊമോട്ട്സ് വാട്ട്, ഡെമോക്രാറ്റിക് ക്ലാസ് റൂംസ്. ഡെമോക്രാറ്റിക് ക്ലാസ് റൂംസ് പറഞ്ഞാൽ എന്താണ്, സ്റ്റുഡൻസിന് അവിടെ എന്തുണ്ട്, സംസാരിക്കാൻ ഒരു ഫ്രീഡം കൊടുക്കുന്നുണ്ട്. സ്റ്റുഡൻസ് ഹെൽപ്പ് ഡിഫൈൻ അസസ്മെന്റ് ക്രൈറ്റീരിയ. അപ്പൊ അവർ പറഞ്ഞ് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു എന്താ പറയാ പവർ കൊടുക്കുന്നുണ്ട് നമ്മള് ത്രൂ ഡയലോഗ്. ഓക്കെ, ചാലഞ്ചസ് എന്തൊക്കെയാണ് നമ്മളിവിടെ ഫേസ് ചെയ്യുന്നത്? ഫസ്റ്റ് ഇസ് പവർ ഡയനാമിക്സ്. അതായത് ടീച്ചറുടെ അതോറിറ്റേറ്റീവ് റോളിലല്ല വരുന്നത്, അവിടെ എന്താണ്, ഡോമിനേറ്റിംഗ് ഒരു റോൾ മാറിയിട്ട് ഒരു കൊളാബറേറ്റീവ് റോളിലേക്കാണ് അങ്ങനെ വരുന്നത്. പിന്നെ this will be what, time consuming, and there can be cultural sensitivity. That means dialogue style എന്താണ്, പല കോണ്ടെക്സ്റ്റിലും പലതായിരിക്കും. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു കൾച്ചറൽ സെൻസിറ്റീവ് ആയിട്ട് തന്നെ ഇത് ഡീൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. സോ കൾച്ചറൽ സെൻസിറ്റിവിറ്റി is one of the challenges when we go with dialogues. Okay, so dialogues മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് അസസ്മെന്റ് ആണ് ഫീഡ്ബാക്ക് ത്രൂ മാർക്കിംഗ്. ഫീഡ്ബാക്ക് ത്രൂ മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളിപ്പോ ഒരു പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ എഴുതി കൊടുക്കാണ്, എന്ത്, ഇവിടെ ഇതാണ് തെറ്റുപറ്റിയത്, ഇവിടെ ഈ ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യണമായിരുന്നു, ഇതല്ല ഇതിന്റെ ആൻസർ. സോ അങ്ങനെ വരുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫീഡ്ബാക്ക് ത്രൂ മാർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അവിടെ പറയുന്നത് ടീച്ചർ വൈൽ സ്കോറിംഗ് ദ സ്റ്റുഡൻസ് ആൻസർ സ്ക്രിപ്റ്റ് ഷുഡ് റെക്കോർഡ് ഹിസ് കമന്റ്സ് ഓർ ഫീഡ്ബാക്ക് ഓൺ ദ ലെഫ്റ്റ് മാർജിൻ ഓഫ് ദ ആൻസർ സ്ക്രിപ്റ്റ് ആൻഡ് വൈൽ റിട്ടേണിംഗ് ബാക്ക് ദ വാല്യൂഡ് ആൻസർ സ്ക്രിപ്റ്റ് ഹി ഷുഡ് എക്സ്പ്ലെയിൻ ഹൗ ദ ആൻസർ ഹാവ് ടു ബി ഇംപ്രൂവ് ഫർദർ. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ വി ആർ ഗിവിംഗ് ദ സ്റ്റുഡന്റ് ഫീഡ്ബാക്ക്. ഓക്കെ, അപ്പൊ ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തൊക്കെയായിരിക്കും, സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യുക ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്. പിന്നെ സ്റ്റുഡൻസിന്റെ മാർക്സ് ആൻഡ് ഗ്രേഡ്സ് എന്ത് ബേസിസിലാണ് ഇട്ടിരിക്കുന്നത് എന്ന് അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാം, നമുക്ക് ജസ്റ്റിഫൈ ചെയ്ത് കൊടുക്കാം. അതേപോലെ നമുക്ക് എന്താണ്, അവാർഡ്, ഐഡന്റിഫൈ ആൻഡ് അവാർഡ് സ്പെസിഫിക് ക്വാളിറ്റീസ് ഇൻ സ്റ്റുഡന്റ് വർക്ക്. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ എന്താണ്, നൈസ്ലി റിട്ടൺ അല്ലെങ്കിൽ വെരി ഗുഡ് എന്നിടുമ്പോൾ ആ കുട്ടി ചെയ്ത ആ ഒരു വർക്കിനെ നമ്മൾ അവിടെ തന്നെ എന്ത് ചെയ്യാണ്, ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാനും, പിന്നെ അവരെ കുറച്ചുകൂടി നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാനും അതേപോലെ അവരുടെ കപ്പാസിറ്റീസ് നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനും എല്ലാം ഈ ഒരു ഫീഡ്ബാക്ക് ത്രൂ മാർക്കിംഗ് നമുക്ക് ഉപയോഗിക്കാം. സോ ദാറ്റ് ഈസ് അബൌട്ട് ഫീഡ്ബാക്ക് ത്രൂ മാർക്കിംഗ്. ഇനി ലാസ്റ്റ് രണ്ടെണ്ണാണ് സെൽഫ് അസസ്മെന്റ് ആൻഡ് പിയർ അസസ്മെന്റ്. അപ്പൊ പിയർ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ വരുന്നത്, ഇപ്പൊ നമ്മൾ പിയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടെ പഠിക്കുന്ന ബാക്കി കുട്ടികളാണ് നമ്മുടെ പിയേഴ്സ് വരുന്നത് അല്ലെ. സോ പിയർ അസസ്മെന്റ് ഇസ് എ പ്രോസസ് വിത്തിൻ സ്റ്റുഡൻസ് ഇൻഡിവിജ്വലി അസസ് ആൻഡ് ഗ്രേഡ് ഈച്ച് അതേഴ്സ് അസൈൻമെന്റ്. നമ്മളിത് ക്ലാസ് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഇസ് നമ്മളിപ്പോ ഒരു എന്താ പറയുക MCQ ക്വസ്റ്റനോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റൻ ആൻസറോ ഈസിലി കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഡിക്റ്റേഷൻ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, നമ്മളെല്ലാം എഴുതി, എന്നിട്ട് ടീച്ചർ എല്ലാവരെയും പേപ്പർ വാങ്ങിച്ചു, എന്നിട്ട് കറക്റ്റ് ആൻസേഴ്സ് ബോർഡിൽ എഴുതിയിട്ട് ഈ പേപ്പർ എന്ത് ചെയ്തു, ഷഫിൾ ചെയ്ത് കൊടുത്തു. അതായത് എന്റെ പേപ്പർ എന്റെ ക്ലാസ്സിൽ തന്നെ വേറൊരു കുട്ടിയുടെ ആയിരിക്കും, ആ കുട്ടിയുടെ പേപ്പർ വേറൊരു കുട്ടിയുടെ കയ്യിലായിരിക്കും. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ഈ പിയേഴ്സ് ആർ ഗോയിങ് ടു അസസ് ദം. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഒന്ന് അഡ്വാൻറ്റേജ് എന്താ, ഒന്ന് ടീച്ചറിൽ വർക്ക് ലോഡ് കുറയുന്നുണ്ടാവും, അതേപോലെ സ്റ്റുഡൻസിനെ ജഡ്ജിങ് ക്രൈറ്റീരിയ, പിന്നെ വൈഡ് റേഞ്ച് ഓഫ് ആൻസേഴ്സ് എങ്ങനെയൊക്കെ ബാക്കിയുള്ളവർ എഴുതിയിട്ടുണ്ടെന്ന് മനസ്സിലാവും. സോ അങ്ങനെയൊക്കെ അവർക്കൊരു എക്സ്പോഷർ കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അസസ്മെന്റ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പിയർ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അത് മാറി വേറൊരു അസസ്മെന്റ് കൂടി ഉണ്ട്, അതായത് സെൽഫ് അസസ്മെന്റ്. സെൽഫ് അസസ്മെന്റ് പറഞ്ഞാൽ എന്താണ്, സ്റ്റുഡന്റ് തന്നെ റെസ്പോൺസിബിലിറ്റി എടുത്ത് അവരവരുടെ പഠിപ്പിനെ സ്വന്തമായിട്ട് മോണിറ്റർ ചെയ്യുന്നതാണ് സെൽഫ് അസസ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഇവാലുവേറ്റ് ചെയ്ത് തന്നൊരു ആൻസർ ഷീറ്റ് എടുത്തു, കഴിഞ്ഞ വട്ടം ഇതേ സബ്ജക്റ്റിന്റെ ആൻസർ ഷീറ്റ് എടുത്തു, എന്നിട്ട് എന്തൊക്കെ ഇംപ്രൂവ്മെന്റ് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇനി ഞാൻ എന്തൊക്കെ ഇംപ്രൂവ് ചെയ്യണം എന്നൊക്കെ സ്റ്റുഡന്റ് തന്നെ അസസ് ചെയ്യുകയാണെങ്കിൽ അത് എന്തിന്റെ ഭാഗമായിട്ടാണ്, അതൊരു സെൽഫ് അസസ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ സെൽഫ് ലേണിംഗിന്റെ ഒരു ബേസ് പാർട്ടാണ് എന്ത്, സെൽഫ് അസസ്മെന്റ്. സെൽഫ് അസസ്മെന്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റുഡന്റ് സെൽഫായിട്ട് പഠിച്ചു തുടങ്ങുന്നത്. സോ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, സെൽഫ് അസസ്മെന്റ് എന്ന് പറയുന്നത് സമ്മേറ്റീവ് ആയിട്ട് നമുക്ക് എടുക്കാം, ഫോർമേറ്റീവ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രാക്ടീസസ് ഓഫ് അസസ്മെന്റ് ആണ്. അതിലൊരു 4 പ്രാക്ടീസസ് ടൈപ്പ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് ഇസ് ഡയലോഗ്, സെക്കൻഡ് ഇസ് ഫീഡ്ബാക്ക് ത്രൂ മാർക്കിംഗ്, ആൻഡ് തേർഡ് ഇസ് സെൽഫ് അസസ്മെന്റ്, ഫോർത്ത് വൺ ഇസ് പിയർ അസസ്മെന്റ്.